നമുക്ക് ഇങ്ങോട്ടിരിക്കാം. എന്താ വേണ്ട? 2 കോഫി. വൈതരണികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ സുജാതയുടെ കല്യാണവും കഴിഞ്ഞു. ഇനി നമ്മുടെ കൂട്ടത്തിൽ ഞാനും രോഷിണിമേ ബാക്കിയുള്ളൂ. ഓ, എന്റെ കാര്യം വിട്ടാരെ. ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്കാവില്ല. അതെന്താ? എന്റെ ചേച്ചിയുടെ ദുർമരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്കിപ്പോഴും പേടിയാവുന്നു. ദുർമരണമോ? ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അമ്മ ചേച്ചിയുടെ കല്യാണം നടത്തിയത്. വാക്ക് കൊടുത്തിരുന്ന സമയത്ത് തന്നെ സ്ത്രീധനം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ ഭർത്താവിന്റെ വീട്ടുകാർ ചേച്ചി വളരെയധികം ദുഃഖിപ്പിച്ചു. തീരെ സഹിക്കാനാവാതായപ്പോൾ ചേച്ചി ആത്മഹത്യ ചെയ്തു. അതിനുശേഷം അധികം നാൾ അമ്മയും ജീവിച്ചിരുന്നില്ല. ഞാൻ തനിച്ചായി. സോറി രോഷിണി, നീ ഒരു അനാഥയാണെന്നല്ലാതെ ഈ കഥയിൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നില്ല. എല്ലാം മറക്കാനും ഇങ്ങനെയൊക്കെ ജീവിക്കാനുമുള്ള മനോധൈര്യം എനിക്ക് തന്നത് മാഡം ആയിരുന്നു. അപ്പൊ മാഡം നിന്റെ സ്വന്തമൊന്നുമല്ല. മാഡത്തിന്റെ ഹസ്ബൻഡും എന്റെ അച്ഛനും ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോ വിവാഹമേ വേണ്ടെന്നാണ് നീ പറയുന്നത്? എന്നൊന്നുമില്ല. എന്നെങ്കിലും എന്നെ പോലെ അനാഥനായ ഒരാളെ കണ്ടുമുട്ടണം, പരസ്പരം ഇഷ്ടപ്പെടണം, അന്നാലോചിക്കാം. പറയാനുള്ളതൊക്കെ സുഭദ്ര ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം. കാലം വന്ന് ഇന്നലെ ഓർമ്മിപ്പിച്ചിട്ട് പോയി. മാസം ഇനി 15 ബാക്കിയുള്ളൂ. 15? പേരക്കുഞ്ഞിന്റെ കാര്യമേ. ഓ, പേരക്കുഞ്ഞ്. പ്രഭാര, നീ എവിടെ പോന്നു? ഞാൻ കഥകളി കാണാൻ പോണു. കല്യാണം കഴിച്ചൊരു പെണ്ണെ വീട്ടിലാക്കിയിട്ട് അവൻ കഥകളി കാണാൻ പോകുന്നു. അയ്യോ, എന്നാ ഞാൻ അനഘതാ ആവശ്യം കേൾക്കാൻ പോവാ. എടാ, കല്യാണം കഴിച്ച് ഇത്രയും കാലമായില്ല, നീ അവളെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? കല്യാണം കഴിച്ച് ഇത്രയും വർഷമായിട്ട് അമ്മ അച്ഛനും കൂടെ സിനിമയ്ക്ക് പോകുന്ന കണ്ടിട്ടില്ല. അവർക്ക് ഇഷ്ടമല്ലായിട്ട്. എടാ മോനെ, ഭർത്താവിന്റെ കൂടെ ഉടുത്തൊരുങ്ങി വെളിയിൽ പോണോന്ന് അവക്കും ആശ കാണൂലേ? അടുത്ത വീട്ടിലെ സുധാരൻ ആഴ്ചയിൽ 2 പ്രാവശ്യം അവളെ സിനിമയ്ക്ക് വിളിച്ചോണ്ട് പോന്നു. എന്റെ ഭാര്യ കുട്ടിയോ? അല്ലല്ലല്ല, അവന്റെ ഭാര്യയെ. ഇങ്ങനെ ആ മോളെ, എന്നെ വിളിച്ചോ? ഇതാ മോളെ ടിക്കറ്റ്, രാവിലെ ബുക്ക് ചെയ്തതാ. കുടുംബം ഒരു സ്വർഗം, അഥവാ ഭാര്യ ഒരു ദേവത. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടുള്ള പരിപാടിയല്ലേ? മോള് ചെല്ലടാ മോനെ. വിളിച്ചോണ്ട് പോടാ. നോക്കറേ, അത് ആരാ വരുന്നതെന്ന്. ഈ മക്കിന്റെ കൂടെ ആരാടാ കിണ്ണം പോലത്തെ ഒരു പെണ്ണിനെ പറഞ്ഞയച്ചത്? കുറച്ച് വേഗം നടക്കാനേ, സിനിമ തുടങ്ങിപ്പോയെങ്കിൽ തിരിച്ചിങ്ങോട്ട് പോരും. എനിക്ക് വല്ല അത്യാവശ്യം സിനിമ കണ്ടിട്ട്. ഏതെങ്കിലും കുഴപ്പം പിടിച്ച പാർട്ടി ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അറിഞ്ഞുകൊണ്ട് ഈ മക്കിനെ കൊണ്ട് കെട്ടിക്കോ. ആര് പോയാലും കമന്റ് അടിക്കുന്നത് ഇവന്മാരുടെ ഒരു സ്ഥിര സ്വഭാവം. കയ്യും കൂടെ വേണ്ട. നിന്നെ കൊണ്ട് ആദ്യമായിട്ട് പുറത്തിറങ്ങിയതാ. വഴി കിടന്ന് ഞാൻ അലവലായിട്ട് വഴക്കുണ്ടാക്കിയല്ലേ, അതിന് നാളെ എനിക്കാ.
എന്താ അവിടെ തന്നെ നിന്നളഞ്ഞേ? ഇരിക്കുന്നില്ലേ? ഞാനിവിടെ നിന്നോളാം, നിങ്ങളിരിക്കെ. നിങ്ങളോ? അല്ല, പേര് വിളിച്ചാൽ ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച. ഇന്നെന്താ പതിവില്ലാത്തൊരു ബഹുമാനം? എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ഞാൻ ചെറുപ്പത്തിലേ പഠിച്ചതാ. ചേട്ടന് കളിയാക്കുന്നു കണ്ടപ്പോ എനിക്ക് സഹിക്കാനായില്ല. അപ്പോൾ ഞാൻ ചീത്ത പറയുമ്പോഴൊക്കെ ദേഷ്യം വരാറില്ലേ? ചീത്ത പറഞ്ഞാലും താലി കെട്ടിയ പുരുഷനാവുമ്പോ സഹിക്കല്ലാതെ മറ്റു മാർഗമില്ലല്ലോ. ആഞ്ജനേയ, എല്ലാം അവിടുത്തെ കടാക്ഷം എന്ന് പറഞ്ഞാൽ മതി. അവൾ എന്റെ ഭാര്യയായിരിക്കുന്നത്തോളം കാലം ഒരുത്തനും ഒരു ചുക്കും എന്നെ ചെയ്യൂല. അവളുടെ കരുത്തിൽ താലി ഉള്ളിടത്തോളം കാലം എന്നോടൊരു വാക്കും മറുത്ത് പറയൂല. അയ്യോ, എന്നാലേ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞങ്ങൾ ഇതിനെ തട്ടാൻ പോവാ. എന്താ എന്താ ഉണ്ടേ? ഞാൻ എന്തോ സ്വപ്നം. ഇങ്ങനെയാ സ്വപ്നം കാണുന്നേ? നിന്റെ കരാട്ടെ കൈകൾ എഴുത്ത് വേണ്ട. എനിക്കത് ശരിക്കും മനസ്സിലായിട്ടില്ല. കേരളത്തിൽ കിട്ടുകൊണ്ട് കൊച്ചു പറയാൻ മനസ്സിലായോ? ആ കളിക്കുന്നു. വാച്ചിന് സമയം തെറ്റിയാലും അവന് തെറ്റത്തില്ല. അല്ലേ? നിങ്ങളെ കുഞ്ഞാറ വരവുണ്ടല്ലോ, അവളെന്നെ ചവിട്ടാൻ നോക്കി. അത് നേരത്തെ കണ്ട് ഞാൻ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് എന്റെ ദേഹത്ത് കൊണ്ടില്ല. ഞാൻ സ്വപ്നത്തിൽ അറിയാതെ സ്വപ്നം കണ്ടതാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇതുപോലെ ഇവൾ പലരും സ്വപ്നം കാണും. എന്നെ ചവിട്ടും. ഇല്ലെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? എന്തോ നാളായത്? റോഡിൽ കിടന്ന് നാട്ടുകാരോട് തല്ലുണ്ടാക്കിയ ഇവള് നാളെ എന്നെ എന്ത് ചെയ്യാൻ പഠിക്കില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ എന്റെ കിടപ്പ് പുറത്ത്. അവന്മാരെ കളിയാക്കിയപ്പോ എനിക്കെന്താ തല അറിയാൻ വയ്യെന്ന് കരുതിയോ? അതോ കൈയില്ലെന്ന് കരുതിയോ? അവളുടെ ഒരു ബ്രൂസ്ലി ചമയല്ലേ. പെമ്പിള്ളാരായ കുറച്ച് അടക്കോ ഒതുക്കൊക്കെ വേണം, മനസ്സിലായോ? അല്ലാണ്ട് റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കിയല്ല വേണ്ടത്. അയ്യോ, കള്ളൻ കള്ളൻ കള്ളൻ! ഓ, ചേട്ടനായിരുന്നോ? അല്ല, ചേട്ടന്റെ പ്രേതം. ഞാനിങ്ങ് പേടിച്ചു പോയി. എന്റെ വയറ് പോയി ഇതിന് ചവിട്ടുകൊണ്ട്. ചേട്ടൻ എന്തിനാ പാതിരാത്രിക്ക് ഇവിടെ വന്ന് കിടക്കണേ? എന്തിനാണ്? സിംഗപ്പൂര് കച്ചേരിയുടെ കാര്യം പറഞ്ഞും അലുവ തീറ്റിച്ചും കയറി തൂങ്ങിയും അവരെന്നെ കല്യാണം കഴിപ്പിച്ചു. അതുപോലെ നിന്നേം കൊടുക്കും ആ കയറ്റ് തന്ത. ഓ പിന്നെ പിന്നെ ഞാനിപ്പോ വരാന്തലേ ആയുള്ളൂ. നീ അങ്ങ് നട റോഡിലാവും. ആര്? ഞാനാ? എന്റെ പൊന്നനിയ, കെട്ടണമെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ടൊരു പെണ്ണിനെ പ്രേമിച്ച് കെട്ടിക്കും.